മലയാളത്തിലെ എന്നത്തെയും എവർഗ്രീൻ നായികയാണ് സംയുക്ത വർമ്മ എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം അത്രയധികം ആരാധകരാണ് സംയുക്തയ്ക്ക് അന്നും ഇന്നും ഉള്ളത്. ഒരു കാലത്ത് സിനിമയിൽ നല്ല രീതിയിൽ തിളങ്ങി നിന്ന സമയത്തായിരുന്നു പിന്നീട് വിവാഹം കഴിക്കുന്നതും താരം അഭിനയത്തിൽ നിന്ന് പിന്മാറുന്നതും. മലയാള ആരാധകർക്ക് അത്രയുമധികം പ്രിയപ്പെട്ട ഒരു താരദമ്പതികൾ തന്നെയാണ് ബിജു മേനോനും സംയുക്ത വർമ്മയും. സംയുക്ത വർമ്മ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു ഇരുവരുടെയും പ്രണയം പൂവിടുന്നത്. ഇരുവരും നായികാനായകന്മാരായി അഭിനയിച്ച മഴ, മധുര നൊമ്പരക്കാറ്റ്, മേഘമൽഹാർ എന്നീ ചിത്രങ്ങളിലൂടെ തന്നെ ഇരുവരും പ്രണയത്തിലായി. പിന്നീട് 2002 നവംബറിൽ ആ പ്രണയം വിവാഹത്തിലേക്ക് വഴിമാറി. വിവാഹത്തോടെ സംയുക്ത സിനിമയോട് വിട പറയുകയും ചെയ്തിരുന്നു. അഭിനയത്തിൽ നിന്ന് പിന്മാറിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇന്നും മലയാളികൾക്ക് ഏറെ പ്രിയം തന്നെയാണ് സംയുക്ത. ഇപ്പോൾ ചില പരസ്യ ചിത്രങ്ങളിലൂടെയൊക്കെ ചെറിയ ചെറിയ തിരിച്ചുവരവുകൾ സംയുക്ത നടത്തുന്നുണ്ട്. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ, അങ്ങനെ ഒരു അവധിക്കാലത്ത്, സ്വയംവരപ്പന്തൽ, നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും അങ്ങനെ ഒരു പിടി നല്ല ചിത്രങ്ങളാണ് സംയുക്ത നമുക്ക് എല്ലാ പേർക്കും വേണ്ടി സമ്മാനിച്ചിട്ടുള്ളതും. ഇപ്പോൾ പ്രണയത്തിൽ നിന്നും വിവാഹത്തിലേക്കെത്തിയ ഇവരുടെ ദാമ്പത്യം ഇന്നും സുന്ദരമായി തന്നെ കൊണ്ടുപോവുകയാണ്. ഗോസിപ്പുകൾക്കൊന്നും ഇടവരുത്താതെ നല്ലൊരു ദാമ്പത്യമാണ് ബിജു മേനോനും സംയുക്തയും എന്നും കൈകാര്യം ചെയ്യുന്നതെന്ന് ആരാധകർ പറയാറുണ്ട്. ഇതിനിടെ 2006 ഇവർക്കൊരു കുഞ്ഞു പിറന്നിരുന്നു. മകൻ ദക്ഷ് ധാർമ്മികിന്റെ വരവോടെ സംയുക്ത നന്നായി തടിവയ്ച്ചു. സ്വാഭാവികമായും പ്രസവശേഷം സ്ത്രീകളിലുണ്ടാകുന്ന ഡിപ്രഷനിലൂടെ ഈ താരവും കടന്നുപോയിരുന്നു. എന്നാൽ യോഗയിലൂടെയും നിരന്തര പരിശീലനത്തിലൂടെയും സംയുക്ത പഴയ അവസ്ഥ തിരികെ പിടിച്ചു. മകനെയും കൊണ്ട് ഒരിക്കൽ യോഗ സെറ്റിൽ പോയപ്പോഴുണ്ടായ അനുഭവമാണ് ഇപ്പോൾ താരം വെളിപ്പെടുത്തിയെത്തിയിരിക്കുന്നത്. സംയുക്തയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു ദിവസം ദക്ഷിനെയും കൊണ്ട് ഞാൻ യോഗ സെന്ററിൽ പോയി. അവനെ കണ്ട് ഒരു വിദേശി ചോദിച്ചു, യുവർ ബ്രദർ? എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ അവൻ വയലന്റായി. എന്ത് സ്റ്റുപ്പിഡിറ്റി ക്വസ്റ്റ്യനാണിത്! ഇത്രയും വലിയ സ്ത്രീക്ക് ഇത്ര കുഞ്ഞ് ബ്രദർ ഉണ്ടാകുമോ? അവരും ഞാനും ഞെട്ടിപ്പോയി. ഞാൻ മനസ്സിൽ പറഞ്ഞു, ഇവനെയും കൊണ്ട് വരണ്ടായിരുന്നു എന്ന്. ഇതായിരുന്നു സംയുക്തയുടെ വാക്കുകൾ. എന്ത് തന്നെയായാലും സോഷ്യൽ മീഡിയയിൽ സജീവമായ സംയുക്ത വർമ്മ തൻ്റെ യോഗ വിശേഷങ്ങളും അതുപോലെ തന്നെ മറ്റ് കുടുംബ വിശേഷങ്ങളുമൊക്കെ ആരാധകർക്കായി പങ്കുവച്ച് എത്താറുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ട സംയുക്ത വർമ്മ ഇനി എന്ന് സിനിമയിലേക്ക് അല്ലെങ്കിൽ അഭിനയത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഉറ്റുനോക്കുകയാണ് ആരാധകർ.